എഡിസന്റെ DC-യെ തള്ളിക്കൊണ്ട് ലോകം ടെസ്ലയുടെ AC-യുടെ വഴിയെ നീങ്ങി. കാലത്തിന്റെ കാവ്യനീതി. ആഹാ ആഹാ. ഈ കഥ നമ്മളെല്ലാവരും കേട്ട് കാണും. ഈവൻ ഫിസിക്സിലും ടെസ്ലയിലും ഒന്നും യാതൊരു താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും. ഇതൊരു അണ്ടർഡോഗ് ജീനിയസിന്റെ കഥയാണ്. ഒന്നുമില്ലാതെ ഉയർന്നു വന്ന ഒരു സാധാരണക്കാരൻ ഒരു സൂപ്പർ റിച്ച് ബില്യണയറിനെ വെല്ലുവിളിക്കുന്നു. അവർ തമ്മിൽ ജീനിയസുകളുടെ ഒരു ബാറ്റിൽ നടക്കുന്നു. കുറേയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നെങ്കിലും ഒടുവിൽ ആ സാധാരണക്കാരൻ വിജയിച്ചു വരുന്നു. ലോകം അവനെ അംഗീകരിക്കുന്നു. ഒരു തമിഴ് പടം സ്റ്റൈലാണ്. പക്ഷേ ഈ കഥയിൽ ചില കുഴപ്പങ്ങളുണ്ട്. അതെന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് ടെസ്ലയുടെ ഓട്ടോബയോഗ്രഫി അഥവാ ആത്മകഥ ഒന്നെടുത്ത് നോക്കാം. 1919 പബ്ലിഷ് ചെയ്ത മൈ ഇൻവെൻഷൻസ് എന്ന ടൈറ്റിലുള്ള പുസ്തകത്തിന്റെ 71ാമത്തെ പേജിൽ ടെസ്ല പറയുന്നു, എഡിസണുമായിട്ടുള്ള കൂടിക്കാഴ്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. ഏർലി അഡ്വാൻറ്റേജുകളൊന്നും ഇല്ലാതെ, സയന്റിഫിക് ട്രെയിനിങ് പോലും ഇല്ലാതെ ഇത്രയും അധികം കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്ത ആ വ്യക്തിയോട് എനിക്ക് അത്രയും ബഹുമാനം തോന്നി. ഇത് ടെസ്ലയുടെ വാക്കുകളാണ്. അതെങ്ങനെ ശരിയാകും? ടെസ്ല തന്റെ ജീവിതം നശിപ്പിച്ച തന്റെ കണ്ടുപിടുത്തങ്ങൾ അക്കംപ്ലിഷ്മെന്റ്സും കട്ടുകൊണ്ടുപോയി സ്വന്തം ലാഭത്തിനായി ഉപയോഗിച്ച എഡിസനെ എങ്ങനെയാണ് സ്വന്തം ആത്മകഥയിൽ ഇങ്ങനെ പുകഴ്ത്തുന്നത്?